അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു DIY വീഡിയോ കൊണ്ടാണ്. ഇന്ന് ഞാനൊരു പഴയ ടീഷർട്ടിൽ നിന്ന് എങ്ങനെ ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള ടെഡി ബിയർ ഉണ്ടാക്കാമെന്നാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത്. സോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഒരു ടെഡി ബിയറിനെ എങ്ങനെയുണ്ട് എന്നൊക്കെ കമൻറ്റ് ഡൗൺ ചെയ്യുക. സോ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്തിട്ട്. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോണത് ഒരു ടീഷർട്ടാണ്, നമ്മൾ ടെഡി ബിയറിന് വേണ്ടിയിട്ട്. എൻ്റെ ഒരു പഴയ ടീഷർട്ട്. ആദ്യം തന്നെ ഞാൻ ടെഡി ബിയറിനെ ഒരു ന്യൂസ് പേപ്പറിൽ വരച്ചിട്ടുണ്ട്. അത് ഒറ്റ ഒരു പോർഷനിൽ നിന്ന് തന്നെ ഫുള്ള് ടെഡി ബിയറിനെ വരക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഓരോ പാർട്സും വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട്. തലയും ബോഡിയും മാത്രം യോജിച്ചിട്ട് ഒരു പാർട്ടും, കൈ വേറെ പാർട്ടും, കാല് വേറെ പാർട്ടും, ചെവി വേറെ പാർട്ടുമായിട്ടാണ് ഞാൻ വെട്ടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ആദ്യം കാലാണ് ഞാൻ മാറ്റി വെച്ചത്. ഇതൊക്കെ ഞാൻ ഈ കൈയിൻ്റെ ടീഷർട്ടിൻ്റെ കൈയിൻ്റെ ആ ഭാഗത്തുനിന്ന് വെട്ടിയെടുക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഇയർ, പിന്നെ നമുക്ക് ഇതിൻ്റെ കൈ ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബോഡിയും ഹെഡും കൂടെ ചേർന്നിട്ടുള്ള പാർട്ട് മെയിൻ പാർട്ട് എന്നാണ് ഞാൻ വെട്ടിയെടുക്കുന്നത്. അപ്പം നന്നായിട്ട് സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് ഒരു ചോക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വരച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഫുള്ള് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് അങ്ങനെ ടീഷർട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡോളിൻ്റെ ഓരോ പാർട്ടും കട്ട് ചെയ്യുമ്പോൾ ആ ഡോളിൻ്റെ ബാക്കും മുന്നിക്കും ഉള്ള പീസ് കിട്ടുന്നതാണ്. ഞാൻ ഈ ഒരു ടെഡി ബിയറിൻ്റെ ഷേപ്പ് ന്യൂസ് പേപ്പറിൽ വരച്ച സമയത്ത് ഞാൻ ഈ സ്റ്റിച്ചിങ്ങിനുള്ള സ്പേസ് വിട്ടിട്ടാണ് വരച്ചിരുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് വരച്ചിട്ട് അങ്ങ് ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്താൽ മതി. വേറെ സ്പേസ് വിടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. സോ അത് കറക്റ്റാക്കി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ തലേൻ്റെയും ഈ ബോഡിൻ്റെയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പീസ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട പീസ് ഈ ഒരു കാലിൻ്റെ ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഷർട്ടിൻ്റെ ഈ ഷോൾഡർ ഭാഗത്തു നിന്നാണ്. ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമ്മൾ വെട്ടിക്കഴിഞ്ഞാൽ ഈ ഷർട്ടിൻ്റെ ബാലൻസ് ഒന്നും അങ്ങനെ കാണില്ല. ഒരു പീസ് പോലും വേസ്റ്റ് ആവില്ല. അത്യാവശ്യം വലിയ ടെഡി ബിയർ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മറ്റേ ഭാഗത്തുനിന്ന് മറ്റേ ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഇതേപോലത്തെ ഒരു പീസ് തന്നെ വെട്ടിയെടുക്കാം. ഇപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ഇതുപോലെ നന്നായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. കറക്റ്റായിട്ട് വെട്ടിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു തലയും ബോഡിയും പിന്നെ രണ്ട് ലെഗ്സും നമ്മൾ കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് കൈയിൻ്റെ ആ ഒരു പാർട്ടാണ്. അതും ഞാൻ ചെയ്യുന്നത് ഈ ഒരു ടീഷർട്ടിൻ്റെ ഹാൻഡിൻ്റെ ആ പാർട്ടിൽ നിന്ന് തന്നെയാണ്. അങ്ങനെ നമുക്ക് ഒരു കൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത കൈയും കൂടെ നമുക്ക് റെഡിയാക്കാം. അങ്ങനെ നമ്മൾ അടുത്ത കൈ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ടെഡി ബിയർ എല്ലാതും ഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ചെവിയും കൂടെ ബാക്കിയുണ്ട്. ഞാൻ ചെവി ചെയ്തെടുക്കുന്നത്
ഷർട്ടിൻ്റെ എൻഡിലായിട്ടൊരു കട്ടിയുള്ളൊരു മെറ്റീരിയൽ ഉണ്ട്. അതുമെന്നാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പഞ്ഞിയൊന്നും നിറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ കുറച്ച് സ്റ്റിഫായിട്ട് നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിയുള്ള മെറ്റീരിയൽ തന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ പഞ്ഞി നിറക്കാനുള്ള ചെറിയൊരു സ്പേസ് വിടാനും മറക്കരുത്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതും കൂടെ വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തു, പഞ്ഞി നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വായൻ്റെ ആ ഭാഗം, വായയും മൂക്കും വരുന്ന ആ ഒരു ഭാഗത്ത് ചെറിയൊരു ഓവൽ ഷേപ്പിലുള്ളൊരു തുണി വെച്ചിട്ട് ആദ്യം അതിലാണ് ഫില്ലിങ്സ് നിറച്ചത്, എന്നിട്ടാണ് ബാക്കിയുള്ളയിടത്ത് നിറച്ചത് കേട്ടോ. എന്നിട്ട് പിന്നെ അതിൽ നോസും മൗത്തൊക്കെ ത്രെഡ് വെച്ചിട്ട് തുന്നി കൊടുക്കുകയാണ്. കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബട്ടൺ ഹൗസിൽ നിന്ന് കണ്ണും മൂക്കൊക്കെ വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ ചെയ്യാം. കാരണം എൻ്റെ അനിയൻക്കാണ് കൊടുക്കുന്നത്, അപ്പോൾ അവന് വായലിടുമോ എന്നുള്ള പേടിയോണ്ടാണ്. ഈ വായ മൂക്കൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ബട്ടൺസ് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് നോസും മൗത്തൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അയ്യും കൂടെ വേണം വെക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ടെഡി ബിയർ ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ടെഡി ബിയറാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളെ പറഞ്ഞ പോലെ തന്നെ ചെവിയിലൊന്നും പഞ്ഞി ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. കണ്ണും മൂക്കും വായൊക്കെ ഞാൻ ത്രെഡ് വെച്ചിട്ട് ചെയ്തു. പിന്നെ ഒരു വെൽവെറ്റിൻ്റെ പീസായിട്ട് ഒരു ബോയ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞാൻ ഓപ്പണിങ് ഇട്ടത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫില്ലിങ്സ് നിറച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ടെഡീൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്, സിയാസ് വണ്ടർ വേൾഡ് എന്ന പേര്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.